പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ സഹോദരങ്ങളെ, കണ്ണുകളടച്ച് ഭയഭക്തിയോടെ നമുക്ക് ഈ പ്രാർത്ഥനയിലായിരിക്കാം. പൂർണ്ണ വിശ്വാസത്തോടുകൂടി നമ്മുടെ സങ്കടങ്ങളും വേദനകളും പരിശുദ്ധ അമ്മയിൽ ഏൽപ്പിക്കാം. അമ്മ അതെല്ലാം ഏറ്റെടുത്ത് തിരുക്കുമാരൻ്റെ മുമ്പിൽ സമർപ്പിച്ച് നമുക്ക് വേണ്ടി ശക്തമായി മാധ്യസ്ഥം അപേക്ഷിക്കും. വിശ്വാസമുള്ള ഹൃദയമാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത്. വിശ്വാസത്തോടുകൂടി നാം എന്തു ചോദിച്ചാലും അവിടുന്ന് നമുക്ക് സാധിച്ചു തരും. നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും നാം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ലെന്ന് കരുതുന്ന നമ്മുടെ ഓരോ ആവശ്യങ്ങളും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് ഈ പ്രാർത്ഥനയിലൂടെ പ്രാപിക്കാം. പരിശുദ്ധ അമ്മയെ, കൃപാസന പ്രസാദപര മാതാവേ, പൂർണ്ണ വിശ്വാസത്തോടെ നിന്റെ മക്കളിതാ നിന്റെ സന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ഞങ്ങളുടെ പ്രാർത്ഥനയുടെ മധ്യത്തിലേക്ക് കടന്നു വരണമേ. 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യേ എഴുന്നള്ളാമെന്ന് വാഗ്ദാനം ചെയ്ത ഞങ്ങളുടെ തമ്പുരാനെ, ഞങ്ങളിതാ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നീ ഞങ്ങളുടെ മധ്യത്തിലുണ്ടെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഈശോനാഥ, ഞങ്ങളോട് കരുണയായിരിക്കണമേ, ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ. ഈ ഭൂമിയുടെ ആഴിലിരുന്നു കൊണ്ട് ഞങ്ങൾ നിലവിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ മുൻപാകെ സ്വർഗം തുറക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് എഴുന്നള്ളണമേ. ഈശോയെ, പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ ഞങ്ങൾ ഓടിയെത്തുന്നത് അങ്ങയുടെ മുൻപിലാണല്ലോ. ഈശോയെ, ഞങ്ങളെല്ലാവരും അങ്ങയുടെ മക്കളാണല്ലോ. ഞങ്ങളുടെ സങ്കടങ്ങൾ നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഞങ്ങളെ കരകയറ്റണമേ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. കരുണയുടെ നിറകുടമായ പരിശുദ്ധയമ്മേ, ശക്തമായി ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ. അമ്മേ മാതാവേ, കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ. കുടുംബജീവിതങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബത്തിലേക്കും അമ്മ കടന്നു ചെല്ലണമേ. ദൈവം യോജിപ്പിച്ച കുടുംബങ്ങളെ ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. നസ്രയത്തിൽ അമ്മയും ഔസപിതാവും ഈശോയും ജീവിച്ചതുപോലെ സന്തോഷത്തോടെ സമാധാനത്തോടും കൂടി മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിപ്പാൻ തക്കവിധം ഞങ്ങളുടെ ജീവിതങ്ങളെ ഒരുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, തിരുക്കുടുംബത്തിൻ്റെ വിശുദ്ധി ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നൽകണമേ. അമ്മേ മാതാവേ, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കൾക്ക് നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ. ജോലി നഷ്ടപ്പെട്ട് ജീവിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നഷ്ടപ്പെട്ടു പോയ ജോലിയിലേക്ക് തിരികെ വിളിക്കുവാൻ തക്കവിധം ഓരോ അധികാരികളുടെ മനസ്സുകൾ തുറപ്പിക്കണമേ. അമ്മേ മാതാവേ, ചെയ്യാത്ത കുറ്റങ്ങൾക്ക് പഴി കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അമ്മ അവരെ കരകയറ്റണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ജോലിയിൽ ഉയർച്ചയ്ക്കായിട്ട് ആഗ്രഹിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, അമ്മ ഇടപെടണമേ. അവരാഗ്രഹിക്കുന്ന സ്ഥാനത്ത് അമ്മ അവരെ എത്തിക്കണമേ. ശക്തമായി തിരുകുമാരനോട് ഈ മക്കൾക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അന്യദേശങ്ങളിലേക്ക് പോകാനായി പരീക്ഷ എഴുതി റിസൾട്ടിനായി കാത്തിരിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, നല്ല വിജയം കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമേ. അവരാഗ്രഹിക്കുന്ന ദേശത്തെത്തുവാനും അനേകം മക്കളുടെ മുമ്പിൽ അമ്മയെക്കുറിച്ചും തിരുക്കുമാരനെക്കുറിച്ചും പറയുവാനും അനേകം മക്കളെ ദൈവത്തോട് ചേർക്കുവാനും തക്കവിധം അമ്മ അവരെ ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, പരീക്ഷ എഴുതി റിസൾട്ടിനായി കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, വിജയം കൈവരുപ്പാൻ അമ്മ അവരെ സഹായിക്കണമേ. അവരുടെ പേപ്പറുകളൊക്കെ നോക്കുന്ന അധ്യാപകരെ അമ്മ അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, ഉയർന്ന വിദ്യാഭ്യാസത്തിന് വേണ്ടി അമ്മ അവരെ യോഗ്യരാക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കുഞ്ഞുങ്ങളുടെ തുടർ പഠനത്തിനു വേണ്ടി സാമ്പത്തികമില്ലാതെ ഭാരപ്പെട്ട് അമ്മയുടെ മുമ്പിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുടെ മേൽ അമ്മ അലിവായിരിക്കണമേ. ആ മക്കളുടെ സാമ്പത്തിക ഞെരുക്കങ്ങളിൽ നിന്നും അമ്മ അവരെ കരകയറ്റണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഈ ഭൂമിയിൽ കടബാധ്യതയാൽ ഭാരപ്പെടുന്ന നിരവധിയായ മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. എല്ലാവിധ കടക്കെണിയിൽ നിന്നും ഓരോ മക്കളെയും രക്ഷിക്കണമേ. കടങ്ങൾ തീർക്കുവാനുള്ള മാർഗങ്ങൾ ഒന്നൊന്നായി തുറന്നു കൊടുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഹൃദയം നുറുങ്ങി ഞങ്ങൾ വിളിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ മേൽ അമ്മ അലിവായിരുന്നു കൊണ്ട് ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, രോഗികളായ മക്കളെ ഏറ്റെടുക്കണമേ. രോഗക്കിടക്കയിലായപ്പോരുടെ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ. ഈശോനാഥ, ലാസറിനെ ഉയർപ്പിച്ചതുപോലെ, തളർവാദ രോഗിയെ എഴുന്നേൽപ്പിച്ചതുപോലെ ഈശോയെ, ഓരോ മക്കളുടെയും രോഗക്കിടക്കയിലേക്ക് കടന്നു ചെല്ലണമേ. അവരനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിലേക്കും അങ്ങ് കടന്നു ചെല്ലണമേ. ഈശോയെ, അങ്ങേക്ക് അസാധ്യമായി ഈ ഭൂമിയിൽ ഒന്നുമില്ല കർത്താവേ. അങ്ങ് ഞങ്ങളുടെ മേൽ അലിവായിരിക്കണമേ. എല്ലാവിധ രോഗത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. തല മുതൽ ഉള്ളം കാല് വരെയും അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ
കാൽവരിയിൽ ചിന്തി തിരുരക്തത്താൽ ഒന്ന് കഴുകി വിശുദ്ധീകരിക്കണമേ. ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന രോഗികളുടെ അരികിലേക്കൊന്ന് കടന്നു ചെല്ലണമേ. ദുഃഖത്തിലും പ്രയാസത്തിലും ജീവിക്കുന്നവരുടെ അരികിലേക്കൊന്ന് കടന്നു ചെല്ലണമേ. ആരും ആശ്വസിപ്പിക്കാനില്ലാതെ ഭാരപ്പെട്ട ഹൃദയവുമായി അങ്ങേ തേടി വന്നിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. ഒറ്റപ്പെടലിന്റെ വേദന അനുഭവിക്കുന്നവരുടെ അരികിലേക്ക് കടന്നു ചെല്ലണമേ. മക്കളെ ഓർത്ത് ആകുലതയോടെ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളിലേക്ക് കടന്നു ചെല്ലണമേ. വിവാഹപ്രായമായിട്ട് വിവാഹമൊന്നും നടക്കാതെ ഭാരപ്പെട്ടിരിക്കുന്ന മക്കളുടെ അരികിലേക്ക് കടന്നു ചെല്ലണമേ. അമ്മേ മാതാവേ, ഓരോ പ്രയാസത്താലും ഓരോ സങ്കടങ്ങളാലും അമ്മയിൽ ആശ്രയിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു കുഞ്ഞിനെ പോലും നിരാശപ്പെടുത്തരുതേ. പ്രത്യാശയുള്ളൊരു ഹൃദയം കൊടുത്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, തകർച്ചകൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ അങ്ങിൽ നിന്ന് അകന്നു പോകാതെ അതെല്ലാം എൻ്റെ വീണ്ടെടുപ്പിനായിട്ട്, എൻ്റെ ഉയർച്ചയ്ക്കായിട്ട് ദൈവം നൽകുന്നതാണെന്ന് കരുതി ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുന്ന മക്കളായിരിക്കാൻ ഞങ്ങളെ ഒരുക്കണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ ഭൂമുഖത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ രാജ്യങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. അമ്മേ മാതാവേ, കാവലും സംരക്ഷണവും നൽകണമേ. പരസ്പരം ഐക്യത്തിലും സ്നേഹത്തിലും സമാധാനത്തോടും കൂടി ഈ ഭൂമിയിൽ ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിക്കണമേ. അമ്മേ മാതാവേ, എല്ലാ മക്കളുടെയും ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കണമേ. എല്ലാവിധ പാപക്കറകളും മായ്ച്ചു കളയണമേ. ശക്തിയുള്ള അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. അമ്മേ മാതാവേ, ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന എല്ലാ മക്കളെയും ഏറ്റെടുക്കണമേ. ഓരോ മക്കളുടെയും ഉടമ്പടി നിയോഗങ്ങളിലേക്ക് കടന്നു ചെല്ലണമേ. അമ്മേ മാതാവേ, ഞങ്ങൾ പാപികളാണ്, ഏഴകളാണ്, ഞങ്ങളിൽ നിറയെ കുറ്റങ്ങളും കുറവുകളും ഉണ്ട്. ഞങ്ങൾക്ക് പ്രാർത്ഥിപ്പാൻ പോലും അറിയില്ല അമ്മേ. ഞങ്ങളുടെ ചെറിയ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ കാണണമേ. ഞങ്ങളുടെ ആകുലതകൾ കാണണമേ. അമ്മേ മാതാവേ, ശക്തമായി ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. അമ്മേ മാതാവേ, ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിച്ചതും പ്രാർത്ഥിക്കാൻ വിട്ടുപോയതുമായ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ഉള്ളം കാണുന്ന അമ്മേ എല്ലാം മനസ്സിലാക്കി തിരുക്കുമാരന്റെ പാദപീഠത്തിൽ സമർപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളായി ഞങ്ങളെ ഉയർത്തി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.